ആദി ശങ്കരാചാര്യരെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ പറ്റി എഴുതിയ പുസ്തകങ്ങളിൽ നിന്നല്ല, അദ്ദേഹം എഴുതിയതിൽ നിന്നാണ്. പ്രൊഫസർ വൈദ്യനാഥൻ സാറിന് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, പല പല അസുഖങ്ങൾ. അതോടുകൂടി ഇദ്ദേഹത്തിന് മെമ്മറി ലോസ് ഉണ്ടായി. മെമ്മറി ലോസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹം പറയുന്ന മുഴുവൻ ഒത്തിരി ചെറിയ കാലത്തെ കഥകളാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ പ്രസാദം എന്ന് പറയുന്നത് തന്നെ സ്വാമി ഇവരോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു സ്പെഷ്യൽ പ്രസാദം തരാം എന്നുള്ളത്. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു വായന കൊണ്ട് ഇത് കേൾപ്പിച്ചുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ബാബയുടെ ആ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു 2 ഇൻസിഡൻറ്റും കൂടെ പറയാം. ടീച്ചർ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവരിലേക്കൊക്കെ എത്തിപ്പെടാൻ ഒരു വഴി ഉണ്ടാവുമല്ലോ, എങ്ങനെ എത്തിപ്പെടുന്നത് ഈ ആൾക്കാരുകളിലേക്കൊക്കെ? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, സത്യസായി ഓർഗനൈസേഷൻ നമുക്ക് ഒരു സംഘടന രീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു നാഷണൽ പ്രസിഡന്റ് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഒരു സംഘടനാ പദ്ധതിയുണ്ട്. സ്വാമി തന്നെ നമുക്കായിട്ട് സമർപ്പിച്ച ഒരു ഓർഗനൈസേഷനാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ സ്വാമി തന്നെ തുടങ്ങിയതാണ് ശ്രീ സത്യസായി സേവ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവിടുന്ന് പല ഇൻസ്ട്രക്ഷൻ വരും, ഇങ്ങനെയുള്ള പല സേവാ പ്രവർത്തനങ്ങൾ ചെയ്യണം. ധാരാളം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമിതിയിൽ എല്ലാം സൗജന്യമാണ്. ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ അലോപ്പതി ക്ലിനിക്ക് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഡോക്ടർ വിശ്വാസ് സാറിൻ്റെ ഒക്കെ ഹോമിയോ ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു. നാരായണ സേവ എന്ന് പറഞ്ഞിട്ട് കോളനിയിൽ നമ്മൾ ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്നത്, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നത്, പിന്നെ വീടുകൾ വെച്ച് കൊടുക്കുന്നത്, ഇങ്ങനെ ധാരാളം. അതുപോലെ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ആഹാരം കൊടുക്കുക. അങ്ങനെ നമുക്ക് പ്രോജക്റ്റുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും കോളനികളെ ഫുള്ളായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ എല്ലാ തരത്തിലുള്ള അവിടെ പോയി, അപ്പം നമ്മൾ കോളനികളെ അഡോപ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അവിടെ പോയി ഓരോ വീട്ടിലും കയറി ഇരുന്ന് എഴുതി അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെയാണ് പേഷ്യൻസ് ഉള്ളത്, അവരുടെ മരുന്ന് എന്താണ്. ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ കോവിഡിന് മുമ്പ് വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഓരോ വീട്ടിലും പോയി, നമുക്ക് അവിടെ കയറാൻ ചിലപ്പോൾ പറ്റില്ല, അവരോട് ചോദിച്ച് മരുന്ന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മാസത്തെ മരുന്ന് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്, പൊതുവെ സ്വാമി പൈസയായിട്ട് കൊടുക്കണ്ട എന്ന് പറയും, നമ്മൾ വസ്തുക്കളായിട്ട്. അപ്പൊ നമ്മൾ അവരുടെ ഒരു മാസത്തെ മെഡിസിൻ്റെ ആ ഒരു ചാർട്ട് മേടിക്കും. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ മേടിച്ചിട്ട് എല്ലാ വീട്ടിലെയും സെപ്പറേറ്റ് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ഓരോ വീട്ടിലും നമ്മൾ അങ്ങനെ എത്തിക്കും. ആ സമയത്ത് അത് ചെയ്യുമായിരുന്നു. പിന്നെ കോളനിയിലൊക്കെ ഈ വേനലാവുമ്പോൾ ജലം വറ്റുമല്ലോ, അപ്പോൾ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസം വെച്ച് ലോറിയിൽ അടിച്ചു കൊടുക്കും. അതുപോലെ ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും നമ്മൾ ധാരാളം ജലമൊക്കെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഓർഗനൈസേഷൻ നമുക്ക് ധാരാളം ഇൻസ്ട്രക്ഷൻസ് തരും. ഇനി ഓർഗനൈസേഷന്റെ ഭാഗം അല്ലാതെ പ്രവർത്തിക്കുന്നവരും ഉണ്ട്. കാരണം ഒരു സംഘടനയാവുമ്പോൾ ഒരു ചട്ടക്കൂടിയിൽ നിന്ന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അത്ര താല്പര്യം കാണില്ല. കാരണം ബഹുജനം പലവിധം. നമുക്ക് സ്വയമായിട്ട് നമ്മുടെ മുന്നിൽ പല കാര്യങ്ങൾ എത്തും. നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ എത്തുന്നവരെ നമുക്ക് എന്തെങ്കിലും അവർക്കൊന്ന് നമ്മുടേതായ എന്തെങ്കിലും ഒരു കൈ നീട്ടണം എന്ന് നമുക്ക് തോന്നുമല്ലോ. സഹായം എന്ന് നമുക്ക് പറയുന്നത് ശരിയല്ല, ഒരു സേവനം ചെയ്യണം എന്ന് തോന്നും. കാരണം ഭഗവാൻ എപ്പോഴും പറയും, നീ ആരാണ് സഹായിക്കാൻ എന്നുള്ളത്. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വാമിയുടെ ബുക്സാണ്. ഇപ്പൊ ആദി ശങ്കരാചാര്യരുടെ കാര്യം പറഞ്ഞാൽ സാധാരണ പറയും, ആദി ശങ്കരാചാര്യരെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ പറ്റി എഴുതിയ പുസ്തകങ്ങളിൽ നിന്നല്ല, അദ്ദേഹം എഴുതിയതിൽ നിന്നാണ്. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അല്ലെ, അതിലാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ശരിക്കുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാരും അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടില്ല, പിന്നീട് വന്നവരാണ് എഴുതിയിരിക്കുന്നത്. അത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് എഴുതിയിരിക്കുക. പക്ഷെ ഇവിടെയുമുള്ള പ്രത്യേകത, ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറഞ്ഞ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ സംസാരങ്ങളും മുഴുവൻ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീ സത്യസായി വാണി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വേറെ ആരും പറഞ്ഞതല്ല, ഭഗവാൻ സത്യസായി ബാബയുടെ തന്നെ പ്രഭാഷണങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് ധാരാളം സന്ദേശങ്ങൾ നമുക്ക് കിട്ടും. ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കണം, സേവാ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, എല്ലാ കാര്യങ്ങളും, കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വാമി അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാമിയുടെ ബുക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ട്രഷറാണ്, ഒരു എന്താ പറയുക, നിധി എന്ന് പറയും. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഈ
അബാക് മീഡിയയിൽ നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ തപോവനം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞായിരുന്നു. അത് പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം തോന്നി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമൃതാനന്ദമയി അമ്മയെ പറ്റി പറഞ്ഞു. അപ്പോൾ സ്വാമിയുടെ ബുക്ക് അമൃതാനന്ദമയി അമ്മയാണോ തന്നത്, എൻ്റെ അമ്മയാണോ തന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നതായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് കുറെ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഈ പുസ്തകം എവിടെയാണ് കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ കുറേ ആ കോവിഡ് സമയത്തൊക്കെ സ്വാമിയുടെ ധാരാളം ബുക്കുകൾ വായിച്ച് യൂട്യൂബിലിട്ടിരുന്നു, എൻ്റെ യൂട്യൂബിൽ. അപ്പോൾ ഗ്രന്ഥപാരായണം എന്നുള്ള പേരിലാണ്. ഞാൻ എന്ത് ചെയ്തു, ഈ തപോവനം എൻ്റെ ബ്രോഡ്കാസ്റ്റിൽ, മൊബൈലിലെ ബ്രോഡ്കാസ്റ്റിൽ അപ്പോൾ എല്ലാവർക്കും ഇട്ടുകൊടുത്തു. കാരണം ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ധാരാളം പേർക്ക് തപോവനം വായിക്കണം എന്ന് ആഗ്രഹം തോന്നി. ഞാൻ ബ്രോഡ്കാസ്റ്റിൽ ഇട്ട് കൊടുത്തു. എനിക്ക് കുറേ പേര് ഇങ്ങനെ റിപ്ലൈ ചെയ്തു. ഒരു കുട്ടി ദുബായിലുള്ള ഒരു ഷീന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി ഫസ്റ്റ് ഡേ തന്നെ മുഴുവൻ എപ്പിസോഡ്, എത്രയോ എപ്പിസോഡുണ്ട്, അത് മുഴുവൻ കേട്ട് തീർന്നു. എനിക്ക് സന്തോഷം തോന്നി. സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയെ കൊണ്ടാണെങ്കിൽ ഇതൊന്ന് വായിപ്പിക്കാൻ പറ്റിയല്ലോ. പിന്നെ പലരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു എപ്പിസോഡ് വായിച്ചു, 2 എപ്പിസോഡ് വായിച്ചു, കേട്ടു എന്ന്. ദോഹയിലുള്ള ഒരു കുട്ടി സന്ധ്യ ഇങ്ങനെ പറഞ്ഞു, പുസ്തകം കയ്യിലുണ്ട്, 10 ചാപ്റ്റർ വായിച്ചു, പക്ഷെ ഇരുന്ന് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, അപ്പം അതുകൊണ്ട് പിന്നെ മുന്നോട്ട് നീങ്ങിയില്ല. ഇതാകുമ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊക്കെ കേൾക്കാം, ഓഡിയോ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ സന്തോഷമൊക്കെ തോന്നി, അങ്ങനെ ഇരുന്ന്. പെട്ടെന്നാണ് എൻ്റെ മൂത്ത മോള് പറഞ്ഞത്, അമ്മ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പെൺകുട്ടിയാണ് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടാണ്, അവർക്കൊന്ന് സംസാരിക്കണം. അപ്പോൾ ഞാൻ ഇൻസ്റ്റ ഒന്നും അത്ര ആക്റ്റീവ് അല്ല, മോള് വരുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ ഉടനെ തിരിച്ചവർക്ക് മെസ്സേജ് അയച്ചു, ഞാൻ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ നമ്പർ ഇതാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കല്ല എൻ്റെ അച്ഛനാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ സത്യസായി ഓർഗനൈസേഷൻ്റെ വളരെ എല്ലാവർക്കും അറിയാവുന്ന വേദാചാര്യനുണ്ടായിരുന്നു, പ്രൊഫസർ വൈദ്യനാഥൻ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം ഒരു ബാങ്കിൽ വലിയ ഓഫീസറായിട്ട് ഇപ്പോൾ റിട്ടയറായി. അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചത്. കാരണം ഈ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കോണ്ടാക്ട് നമ്പർ കണ്ടെത്തണം. അപ്പോഴാണ് അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഈ പ്രൊഫസർ വൈദ്യനാഥൻ എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പ്രസാദം എന്ന് പറയും. ഈ പുസ്തകം ഞാൻ ഗ്രന്ഥപാരായണം ചെയ്ത് ഇട്ടിരുന്നു യൂട്യൂബിൽ. അന്ന് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ എടുത്തില്ല, കാരണം അദ്ദേഹം ഒത്തിരി വയസ്സായിരുന്നു. അപ്പോൾ ഓർഗനൈസേഷൻ പറഞ്ഞു, പബ്ലിഷ് ചെയ്തവരല്ലേ. എൻ്റെ ഗുരുനാഥന് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, വായിച്ചോ എന്ന് പറഞ്ഞു. ഞാനത് വായിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് ഞാനിങ്ങനെ ഇത് ഗ്രന്ഥപാരായണം വായിച്ചിട്ടത് അദ്ദേഹത്തിനോട് പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് ഭാഗം കേട്ടിട്ട് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചു ഈ മകൻ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, ഇത് കുറച്ച് വർഷം മുമ്പാണ് പറഞ്ഞത്, എന്നോട് ഒരാഴ്ച മുമ്പ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർ വൈദ്യനാഥൻ സാറിന് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, പല അസുഖങ്ങൾ. അതോടുകൂടി ഇദ്ദേഹത്തിന് മെമ്മറി ലോസ് ഉണ്ടായി. മെമ്മറി ലോസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹം പറയുന്ന മുഴുവൻ ഒത്തിരി ചെറിയ കാലത്തെ കഥകളാണ് പറയുന്നത്. അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ള കാലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം ഇദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ ഓർമ്മ വരുന്നു. അപ്പം ഇവരെന്ത് ചെയ്തു, ഈ മകന് പെട്ടെന്ന് ഈ ഓഡിയോ ഓർമ്മ വന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയാണ് ഈ ഓഡിയോയിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ പ്രസാദം എന്ന് പറയുന്നത് തന്നെ സ്വാമി ഇവരോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു സ്പെഷ്യൽ പ്രസാദം തരാം എന്നുള്ളത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മകൻ മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാമി പറയുന്നു, അത് ശരിക്കും മോക്ഷമാണ് ആ കുട്ടിക്ക് കൊടുത്തത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിക്കുകയാണ് ചെയ്തത്. അതാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമിയുടെ നിശ്ചയമാണിതെന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ദുഃഖം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഈ ഒരു ചരിതമാണ്. അപ്പം എല്ലാ ദിവസവും ബെഡിനരികിൽ വെച്ച് ഇദ്ദേഹത്തെ ഇത് കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ സ്വാമി, നിനക്ക് ഞാനൊരു സ്പെഷ്യൽ പ്രസാദം തരാം, അത് സ്നേഹത്തോടെയാണ് പറയുന്നത് കേട്ടോ, ഒരു പ്രസാദം ഉണ്ട് എന്ന് പറയുന്ന ഭാഗം എത്തിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എൻ്റെ കാര്യമൊക്കെ ഇത് ആരാ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു ലേഡിയാണ്, ഏറ്റുമാനൂരാണ്, കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അക്കാഡമിക് ഫീൽഡിൽ നിന്നാണോ എന്ന് ചോദിച്ചു. കാരണം ഇദ്ദേഹം പ്രൊഫസറല്ലേ. പറഞ്ഞു, അതെ, അത് വായിക്കുന്ന കേൾക്കുമ്പോൾ ഒരു ടീച്ചർ പറയുന്ന പോലെ തോന്നി എന്ന് ഇദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു
വായന കൊണ്ട് ഇത് കേൾപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ പ്രസാദം വായിക്കാൻ തെരഞ്ഞെടുത്തത്? സത്യം പറഞ്ഞ എനിക്ക് ഒരു മറുപടി ഇല്ല പറയാൻ. ഇത് നമ്മുടെ കഴിവേ അല്ല. ഞാൻ ആദ്യം കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടിട്ടുണ്ട്. തപോവനമുണ്ട്, ഷിർദി സ്വാമിയുടെ ചരിതമുണ്ട്, സായി ഭാഗവതമുണ്ട്. ഇതെല്ലാം കോവിഡ് സമയത്ത് സമയമുള്ളതുകൊണ്ട് വായിച്ചിട്ടതാണ്. അതിനി അടുത്ത എന്ത് വായിക്കണം എന്ന് പറഞ്ഞ അലമാരിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ കസേര ഇട്ടിരുന്നപ്പോ ഈ പുസ്തകം കണ്ടപ്പോ തോന്നി, ഇത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലല്ലോ, എന്നാ പിന്നെ ഇത് വായിക്കുമ്പോൾ ഇതിനകത്തുള്ള എന്താന്ന് എനിക്ക് അറിയാൻ പറ്റുമെന്നും പറഞ്ഞ് വായിച്ചതാണ്. പക്ഷെ അന്ന് ആ ഒരു ശക്തി എന്നെ കൊണ്ട് തെരഞ്ഞെടുപ്പിച്ചത് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പം മനസ്സിലാക്കുന്നു. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു. അപ്പൊ അവര് പറയാം, അന്ന് തൊട്ട് എൻ്റെ നമ്പർ ഒന്ന് കിട്ടാനായിട്ട് ആഗ്രഹിക്കായിരുന്നു. അപ്പോഴാണ് മകള് കല്യാണം കഴിച്ച് പൂനെയിലും കണ്ടാണ്, ഒരു കുട്ടിയുണ്ട്. മകൾ ഇങ്ങനെ ഇൻസ്റ്റയില്, അതും എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടിട്ട് കുറെ കാലമായി. പിന്നെ മോള് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ റിപ്ലൈ അയച്ചു. അപ്പൊ ഈ മോള് പറഞ്ഞു അച്ഛനോട്, അച്ഛാ ഇങ്ങനെ സരിത അയ്യരുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്, താല്പര്യമുണ്ടേ സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാനങ്ങ് ഒരു അവരുടെ ജീവിതത്തില് അത് എത്ര വലിയൊരു കാര്യമാണ്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അവിടെയാണ് നമ്മളുടെ നിസ്സാരത മനസ്സിലാവുന്നത്. നമ്മളെല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ഇവിടെ ഇരുന്ന് എന്റെ മഹത്വം പറയുകയല്ല. കാരണം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇത്. ആ ബുക്ക് സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എനിക്ക് ഒരു റീസണും ഇല്ല. അപ്പൊ അത് ദൈവത്തിന്റെ ശക്തിയല്ലേ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞു കുറച്ചു നേരം. അപ്പൊ അത് പക്ഷെ എനിക്ക് കേട്ടപ്പോ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല, കാരണം സ്വാമിയുടെ ലീലകൾ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ബാങ്കിൽ ജോലി കയറാൻ നേരത്തെ, അന്ന് EBSRB അല്ലേ, അതിന്റെ ഇന്റർവ്യൂവിന് പോകാനായിട്ട്, അന്ന് കേരളത്തില് ഇങ്ങനെ ബാബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പുച്ഛമാണ്, അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ പോയി ഇരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഈ ബയോഡേറ്റ നോക്കിയപ്പോ അതിൽ വീട്ടുപേര് പ്രശാന്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പ്രശാന്തി എന്ന് പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ഓഫ് പീസ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഈ പേര് വെച്ചതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചു. ഭഗവാൻ സത്യസായി ബാബയുടെ പുട്ടപർത്തിയില് പ്രശാന്തി നിലയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പറഞ്ഞു, അദ്ദേഹം വിചാരിച്ചു ഇത് പറയണോ വേണ്ടയോ, പറഞ്ഞാൽ പ്രശ്നമാകുമോ, എന്താണേലും അദ്ദേഹം വിചാരിച്ചു സത്യം പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം സത്യം പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഡിവോട്ടീസ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ പറഞ്ഞു, നിങ്ങൾ വലിയൊരു സയന്റിസ്റ്റ് ആയിട്ട് ഇതുപോലുള്ളവരിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഐൻസ്റ്റീനും ഈ പറയുന്ന പോലെയുള്ളവരെല്ലാവരും വളരെ വലിയ ശാസ്ത്രജ്ഞരായിരുന്നു. ഈവൻ അബ്ദുൽ കലാം ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞരാണ്. ഇവരെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അപ്പൊ അവരാരും മണ്ടന്മാരായതുകൊണ്ടല്ലല്ലോ. ഇവൻ അബ്ദുൽ കലാം സാറ് ഭഗവാൻ സത്യസായി ബാബയെ പറ്റി അദ്ദേഹം ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയാണെന്ന് പറഞ്ഞ കവിത വരെ എഴുതിയിട്ടുണ്ട്. സ്വാമിയെ കാണാൻ പോയപ്പോ നിലത്താണ് ഇരുന്നത്. പക്ഷെ സ്വാമി പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, സ്ഥാനം നോക്കണം, മുകളിലിരിക്കണം. അപ്പൊ അദ്ദേഹം ഒന്നും വിവരമില്ലാത്ത ആളാണല്ലോ, ലോകം കണ്ട സയന്റിസ്റ്റ് അല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ എത്ര വലിയ സയന്റിസ്റ്റ് ആണെങ്കിലും നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നത്. ഇപ്പൊ കുറച്ച് അനുഭവം പറയാവോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് മുഴുവൻ പറയുകയാണ്, അവരുടെ അനുഭവം. അപ്പൊ പറഞ്ഞു, ഒത്തിരി സമയം എടുക്കും, കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ അദ്ദേഹം തൻ്റെ അനുഭവം എല്ലാം പറഞ്ഞു ഇറങ്ങി വന്നു. അപ്പൊ അവിടെ വെളിയിലിരിക്കുന്നവരൊക്കെ ചോദിച്ചു, എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്ന്. അപ്പൊ പറഞ്ഞു, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു അതിൽ. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാല് ബാബയുടെ ആ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു 2 ഇൻസിഡന്റും കൂടെ പറയാം. എൻ്റെ ഒരു പ്രൊഫസറാണ് പ്രൊഫസർ ഡോക്ടർ N. ജയശങ്കർ. അദ്ദേഹം കാഞ്ചി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. അപ്പൊ കാഞ്ചിയിലെ ശങ്കരാചാര്യരിൽ നിന്ന് ഏറ്റവും നല്ല വൈസ് ചാൻസലർക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭാരതം മുഴുവൻ കോളേജുകളിൽ പോയി നാക്കിന്റെ ക്ലാസ്സുകൾ എടുക്കുക, UN-ലൊക്കെ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ IIM-ല് ഇന്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കുകയാണ്. നമ്മൾ റിട്ടേൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുമല്ലോ. അത്ര വലിയ പൊസിഷനിലാണ് അദ്ദേഹം. അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ അദ്ദേഹമാണ് ചെയർമാൻ. അപ്പൊ അദ്ദേഹം ഒരു കുട്ടി മുന്നിൽ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട്, ശ്രീ സത്യസായി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പൊ ഇദ്ദേഹം ഉടനെ പറഞ്ഞു, കാരണം അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വാമി തന്നെ സെലക്ട് ചെയ്യണം. കാരണം നാക്കിന്റെ A++ കിട്ടിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ, അത്ര സ്റ്റാൻഡേർഡാണ് അവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ സത്യസായി ബാബ സെലക്ട് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിനെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ല, അയാൾക്ക് വീണ്ടും യോഗ്യതയുണ്ടോ എന്ന്
ഇന്റർവ്യൂ ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല. ഭഗവാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന്റെ മുകളിൽ അയാൾക്ക് അതുകൊണ്ടാണല്ലോ അവന് ആ ഡിഗ്രിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഹീ സെലക്റ്റഡ്. പക്ഷെ അത് നോക്കുക, അങ്ങനെ ചിന്തിക്കാനും ആ ശക്തി പ്രേരിപ്പിച്ചില്ലേ. അപ്പം അതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റും കൂടെ പറയാം. ഇവിടുത്തെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിട്ടുള്ള സുരേഷ് സാറിൻ്റെ മകൾക്ക് ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഉള്ളയാൾ ഇതുപോലെ തന്നെ സായി ഡിവോട്ടി ആയിരുന്നു. അപ്പോൾ പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പക്ഷേ വളരെ അത്ഭുതമായിരുന്നു. ഈ കുട്ടിയുടെ പേരിൽ എവിടെയും സായി ഇല്ല, പക്ഷേ വീട്ടുപേരിൽ സായി ഉണ്ട്, സായി കൃപ. അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഡിസ്ട്രിക്ട് യൂത്ത് ഇൻചാർജ് ആണ്, എൻ്റെ അച്ഛൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആണ് പറഞ്ഞു. അപ്പോൾ ഉണ്ട് ഇദ്ദേഹവും ഒരു വളരെ സ്വാമിയുടെ പ്രവർത്തകനായിരുന്നു. കൃത്യസമയത്ത് അതെങ്ങനെ ഒത്തുചേരുന്നു? നമുക്ക് വേണമെങ്കിൽ ഇത് യാദൃച്ഛികത എന്ന് പറയാം. ആ IEM-ലെ കുട്ടി കൃത്യം ഇദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെ ആ ഇന്റർവ്യൂ ബോർഡിലെ ചെയർമാനായിട്ട് ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അതുപോലെ തന്നെ ഈ കുട്ടിക്ക് കൃത്യം ഇന്റർവ്യൂ ചെയ്യാൻ സ്വാമി തന്നെ ഒരാളെ ഇങ്ങനെ വിട്ടു. അല്ലാത്തവർക്ക് യാദൃച്ഛികത എന്ന് പറയാം. ഞങ്ങൾക്ക് ഇതെല്ലാം സ്വാമിയുടെ അനുഗ്രഹം. അങ്ങനെ നോക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവമാണ്. സ്വാമി ഇങ്ങനെ ലൈവാണ് ഓരോ അനുഭവം. അപ്പൊ എന്നും ഇങ്ങനെ ആനന്ദത്തിലും ഈ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, സ്വപ്നം കാണുന്ന ഷെയർ ചെയ്യും. അപ്പൊ ഈ ആനന്ദത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ ആര് ചീത്ത വിളിച്ചാലും ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ വലിയ ഡിവോട്ടിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ സ്വാമിയിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഇപ്പൊ അമൃതാനന്ദമയി അമ്മയെ വിശ്വസിക്കുന്നവർക്കാണെങ്കിലും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര പേര് കളിയാക്കിയാലും അവരൊന്നും തിരിഞ്ഞു നോക്കാത്തത്. അത് അനുഭവമാണ്. ജീവിതത്തിലെ അനുഭവത്തിന് വളരെ വലിയൊരു സ്ഥാനമാണ്. എൻ്റെ കാര്യത്തിലും ഒട്ടും വ്യത്യസ്തമല്ല. നന്ദി ടീച്ചർ. ഇത്രയും നേരം ആ ഒരു അനുഭവങ്ങളെ പറ്റി തന്നെ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു. നമസ്തേ.